എല്ലാവർക്കും ഷഹബസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ടേസ്റ്റോടുകൂടി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനായി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. എല്ലോടുകൂടി തന്നെയാണ് ഞാൻ ബോയിൽ ചെയ്തെടുക്കുന്നത്. അതിനായി ചിക്കൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 കിലോ കൈമ റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ സമയം റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് അല്പം ചൂട് മാറിയ ശേഷം ചെറിയ പീസുകളാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് കഴിഞ്ഞു. പാകത്തിലുള്ള ഉപ്പ് ചേർത്ത ശേഷം അരി കൂടി ചേർത്ത് 80% വേവാകുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. റൈസ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം എല്ലാം മാറ്റിയ ശേഷം ഞാനൊരു ഉരുളിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്കുള്ള മുട്ട റെഡിയാക്കി എടുക്കാം. 5 മുട്ട ഉപ്പ് ചേർത്താണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ മുട്ട നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ ഇളക്കാൻ പാടില്ല. അതിൻ്റെ മുകൾ ഭാഗം കൂടിയൊക്കെ ഒന്ന് ഉറച്ച് വരണം. ഇത് നല്ലോണം വെന്ത് ഏകദേശമൊക്കെ ഒന്ന് ഉറച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കട്ടയായിട്ട് വേണം നമുക്കിത് കിട്ടാനുള്ളത്. അങ്ങനെ നമ്മളിത് ബാസ്മതി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി എടുക്കാം. മുട്ടയെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്കൊരു 10 ബീൻസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയിലൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബീൻസ് ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതേ കണ്ടില്ലേ, ഈ രൂപത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഇളക്കി ഈ രൂപത്തിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിളിലേക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാബേജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇളക്കി ഈ രൂപത്തിലാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസും ടൊമാറ്റോ കച്ചപ്പുമാണ്. കുറച്ചുകൂടി കളർ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷമാണ് നമ്മളിതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് സോയാ സോസുമായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെജിറ്റബിൾസും ചിക്കനും സോസും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാർക്കോൾ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മണിക്കാണ് ലഞ്ച് ബ്രേക്ക്. 12:30 കഴിഞ്ഞു. നമുക്കിത് പെട്ടെന്ന് തന്നെ സ്കൂളിൽ എത്തിക്കാം. ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അവരൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക.